ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നിത്യയുടെ ഡ്രസ്സ് പ്രിയ ഉപയോഗിച്ചതോടുകൂടി ശരത്തും ചന്ദ്രയും ആ വീട്ടിൽ വലിയ പ്രശ്നമുണ്ടാക്കുകയാണ്. പക്ഷേ പാർവതിയുടെ മറുപടിക്ക് മുന്നിൽ ശരത്തും ചന്ദ്രയും തോറ്റുപോവുകയാണ്. പ്രിയയെ കാണുമ്പോൾ എനിക്ക് എൻ്റെ നിത്യമോളെ പോലെയാണ് തോന്നുന്നത്. അതുകൊണ്ട് നിത്യയുടെ ഡ്രസ്സ് പ്രിയ ഇട്ടു എന്ന് കരുതി ഒരു കുഴപ്പവുമില്ല. പ്രിയ നിത്യയുടെ ഡ്രസ്സുകളൊക്കെ ഇട്ടോട്ടെ, വെറുതെ ഇവിടെ അലമാരയിൽ ഇരുന്നിട്ട് കാര്യമില്ലല്ലോ. എനിക്ക് പ്രിയയെ കാണുമ്പോൾ നിത്യമോളെ പോലെയാണ് തോന്നുന്നത് എന്ന് പറഞ്ഞ് പാർവതി പോയ സമയത്ത് ശരത്തും ചന്ദ്രയും മുത്തശ്ശിയൊക്കെ അങ്ങ് ഞെട്ടിപ്പോവുകയാണ്. ദേവികയുടെ ഭാഗത്ത് നിന്ന് ആദ്യമായി പാർവതി സംസാരിച്ചപ്പോൾ ദേവികയും സിദ്ധുവും എല്ലാവരും അങ്ങ് ഞെട്ടിപ്പോവാട്ടോ. അങ്ങനെ ദേവിക അപ്പുറത്ത് പോയി മാറിയിരിക്കുമ്പോൾ പ്രിയ അവിടേക്ക് വരികയാണ്. എന്നിട്ട് പറയാണ്, എൻ്റെ പേരിൽ ഈ വീട്ടിൽ ഒരു പ്രശ്നം ഉണ്ടാവരുത് ചേച്ചി, അതുകൊണ്ട് ഞാൻ ഇവിടെ നിന്നും പോവുകയാണെന്ന് പറയുമ്പോൾ ദേവികയ്ക്ക് അങ്ങ് വിഷമാവുകയാണ്. അപ്പോൾ ദേവിക പറയാണ്, പ്രിയ നിനക്ക് ഇവിടെ നിന്നും പോവാനുള്ള എല്ലാ അവകാശവുമുണ്ട്, എനിക്ക് തടയാനുള്ള ഒരു അധികാരവുമില്ല. പക്ഷേ നിനക്ക് കുറച്ച് ദിവസമെങ്കിലും എന്നോടൊപ്പം ഒന്ന് നിന്നൂടെ? എനിക്ക് നിന്നെ കാണുമ്പോൾ എൻ്റെ നിത്യമോളെ പോലെയാണ് തോന്നുന്നത്. നിനക്ക് കുറച്ച് ദിവസം എന്നോടൊപ്പം നിന്നൂടെ? നീ ഏതായാലും ഹോസ്റ്റലിലല്ലേ താമസിക്കുന്നത്. ഹോസ്റ്റലിൽ താമസിക്കുന്നതിനേക്കാളും എന്തുകൊണ്ടും നല്ലതല്ലേ ഇവിടെ നിൽക്കുന്നത്. മോളെ നീ ഇവിടെ നിൽക്ക്, എന്നെ കാണുമ്പോൾ എനിക്ക് നിത്യമോളെ പോലെയാണ് തോന്നുന്നത്. നീ ഇവിടെ നിന്നും പോയാൽ ഞാൻ ശരിക്കും ഈ വീട്ടിൽ തനിച്ചായി പോവും എന്നൊക്കെ കരഞ്ഞുകൊണ്ട് ദേവിക പറയട്ടോ. അത് കേട്ടപ്പോൾ പിന്നെ പ്രിയയ്ക്ക് പിന്നെ തടസ്സം പറയാൻ കഴിയുന്നില്ല. അപ്പോൾ പ്രിയ ദേവികയെ ആശ്വസിപ്പിച്ചുകൊണ്ട് കയ്യിൽ തൊട്ടിട്ട് പറയുകയാണ്, ഞാൻ എന്നാൽ കുറച്ച് ദിവസം ഇവിടെ നിന്നോളാം ചേച്ചി എന്ന് പറയട്ടോ. അങ്ങനെ പ്രിയ തൊട്ടതോടുകൂടി ദേവിക, നീ എന്നെ തൊട്ടപ്പോൾ എൻ്റെ നെറ്റിമോള് തൊടുന്നത് പോലെയാണ് എനിക്ക് തോന്നിയത് എന്ന് പറയുകയാണ്. അങ്ങനെ ദേവികയോടൊപ്പം പ്രിയ അവിടെ നിൽക്കാം എന്ന് പറഞ്ഞപ്പോൾ ദേവികയ്ക്ക് അതൊരു വലിയ ആശ്വാസമാവാണ്. പിന്നീട് ചന്ദ്രയും ശരത്തും കൂടി സംസാരിക്കുകയാണ്. അപ്പോൾ ചന്ദ്ര പറയാണ്, ശരത്ത് നീ ഇനി ഇവിടെ നിന്നിട്ട് കാര്യമുണ്ടെന്ന് തോന്നുന്നില്ല. കാരണം ഇപ്പോൾ നിന്നോടൊപ്പം നിന്നവരൊക്കെ ദേവികയോടൊപ്പം നിൽക്കാൻ തുടങ്ങിയിട്ടുണ്ട്. പാർവതി അങ്ങനെ ഒരു മറുപടി പറഞ്ഞതുകൊണ്ട് ദേവികയാണ് ഇപ്പോൾ ജയിച്ചു നിൽക്കുന്നത്. നിന്റെ വാക്കിന് ഒരു വിലയും ഉണ്ടായിട്ടില്ല. അതുകൊണ്ട് നിനക്കിപ്പോൾ ഇവിടെ നിൽക്കുന്നത് സേഫ്റ്റിയല്ല. നിന്നെ ഇവിടെയുള്ളവർ തന്നെ പുറത്താക്കാനാണ് സാധ്യത. ഇതുവരെ നീ ഇവിടെ നിന്നത് നിത്യയെ വിവാഹം കഴിക്കാനാണെന്നുള്ള പേരിലല്ലേ. ഇനിയിപ്പോൾ നിത്യ ഇല്ലാത്ത സ്ഥിതിക്ക് നിന്നെ ഇവിടെ നിർത്തുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അത് കേട്ടപ്പോൾ ശരത്ത് പറയണേ, അതൊന്നുമില്ല, ഞാൻ ഉദ്ദേശിച്ച ചില കാര്യങ്ങളുണ്ട്, നടപ്പിലാക്കാനാണ് ഞാൻ ഇനി ശ്രമിക്കുന്നത്. ഈ വീട്ടിൽ നിന്നും ഞാനല്ല പുറത്താവാൻ പോകുന്നത്, ആ ദേവികയാണ്. അപ്പോൾ ചന്ദ്ര ചോദിക്കുകയാണ്, അതെങ്ങനെ? അതൊക്കെയുണ്ട്. നിത്യ ആത്മഹത്യ ചെയ്തത്, നിത്യ മരിക്കാൻ കാരണക്കാരി ദേവികയാണെന്നുള്ളത് ഞാൻ വരുത്തി തീർക്കും. നിത്യയ്ക്ക് ഈ വീടും സ്ഥലവും എഴുതി കൊടുക്കാത്തത് കൊണ്ട് നിരാശയോട് കൂടിയാണ് നിത്യ മരിച്ചത് എന്ന് ഞാൻ വരുത്തി തീർക്കും. അതോടുകൂടി പിന്നെ ദേവികയുടെ പേരിലുള്ള ഈ വീട് അത് മനോഹരൻ വിജയിച്ചാൽ തിരിച്ചു എഴുതി വാങ്ങാനും കഴിയുമല്ലോ, അതിനുള്ള വഴിയാണ് നോക്കുക. അപ്പോൾ പിന്നെ ദേവികയ്ക്ക് ഈ വീടും സ്ഥലവും നഷ്ടപ്പെടുകയും ചെയ്യും. പിന്നെ ദേവികയുടെ ജോലി അതിപ്പോൾ പ്രൊബേഷൻ പീരീഡിലാണ്. അപ്പോൾ നിത്യയെ കൊന്നത് ഈ ദേവികയാണെന്നുള്ളത് വരുത്തി തീർത്താൽ ഒരു ക്രിമിനൽ കുറ്റം ഇപ്പം തന്നെ ഉണ്ടായിക്കഴിഞ്ഞാൽ ദേവികയ്ക്ക് പിന്നെ ആ ജോലിയും നഷ്ടപ്പെടും. അങ്ങനെ ദേവിക പെരുവഴിയിലേക്ക് ഇറങ്ങേണ്ടി വരും. അതാണ് ഇനി ഞാൻ അടുത്തത് ചെയ്യാൻ പോകുന്നത്. അത് കേട്ടപ്പോൾ ചന്ദ്രയ്ക്ക് ഒരുപാട് സന്തോഷമാവാണ്. ദേവികയ്ക്ക് വീടും സ്ഥലവും നഷ്ടപ്പെടും, ജോലിയും നഷ്ടപ്പെടും, അവസാനം ദേവിക പെരുവഴിയിൽ ഇറങ്ങേണ്ടി വരും എന്ന് പറഞ്ഞത് കേട്ടപ്പോൾ ചന്ദ്ര ഒരുപാട് സന്തോഷിക്കുകയാണ്. എന്നിട്ട് ശരത്ത് പറയാണ്, ഇങ്ങനെയാവുമ്പോൾ ദേവിക ഒറ്റപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ സിദ്ധുവിനെ നിനക്ക് എന്നേക്കുമായി സ്വന്തമാക്കാനും കഴിയും. പിന്നെ ദേവികയുടെ പുറകെ സിദ്ധു ഒരിക്കലും പോവുകയുമില്ല. രണ്ടുണ്ട് ഗുണം. അപ്പോൾ ശരത്ത് പറയണ, ഒരു കാര്യം ചെയ്യേ, എനിക്ക് വേണ്ടി ഒരു സഹായം ചെയ്യണം. എന്ത് സഹായമാണ് ശരത്തെ ഞാൻ നിനക്ക് വേണ്ടി ചെയ്യേണ്ടത്? നിത്യ ആത്മഹത്യയാണ് ചെയ്തത് എന്നുള്ളത് നീ പറഞ്ഞു പരത്തണം. അതിന് കാരണക്കാരി ദേവികയാണെന്നുള്ളതും നീ പറഞ്ഞു പരത്തണം. അതാണ് നീ ചെയ്യേണ്ടത്. ചന്ദ്ര പറയണ, അത് ഞാൻ ഏറ്റു, ഞാൻ അത് പറഞ്ഞു പരത്തിക്കോളാം എന്ന് പറഞ്ഞിട്ടാണ് ചന്ദ്ര അകത്ത് പോകുന്നത്. ഈ സമയം മനോഹരൻ്റെ അടുത്തേക്ക് സിദ്ധു വരികയാണ്. അച്ഛാ ഞങ്ങൾ ഇറങ്ങട്ടെ എന്ന് പറയാണ്. അപ്പോഴത്തേക്കും ദേവികയും വരികയാണ്. എന്നിട്ട് എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ഒന്ന് വിളിച്ചാൽ മതി എന്ന് പറയട്ടെ. അപ്പോഴത്തേക്കും ചന്ദ്ര അവിടേക്ക് വരികയാണ്. എന്നിട്ട് പറയാണ്, അച്ഛാ നിത്യ മരിച്ചതിന് കാരണം അത് ആത്മഹത്യ തന്നെയാണ്, അത് നിരാശ കാരണമാണ്. നിത്യയ്ക്ക് വേണ്ടി നിങ്ങൾ എന്താണ് ചെയ്തു വെച്ചിരിക്കുന്നത്? സ്വത്തുക്കൾ മുഴുവനും ദേവികയുടെ പേരിലേക്ക് എഴുതിയത് കൊണ്ടല്ലേ നിത്യ ഇങ്ങനെയൊക്കെ ചെയ്തത് എന്ന് പറഞ്ഞപ്പോൾ പെട്ടെന്ന് മനോഹരൻ്റെ കുറ്റബോധം പോലെ
തോന്നുകയാണ്. എന്നിട്ട് ദേവികയെ നോക്കുകയാണ്. അപ്പോൾ ദേവിക പറയണേ, നീ ഇപ്പോൾ ഇത് ഇവിടെ പറഞ്ഞത് എന്തിനാണെന്നുള്ളതൊക്കെ എനിക്ക് മനസ്സിലായി. നിന്നെ ഇപ്പോൾ പറഞ്ഞു വിട്ടവരോട് നീ പറഞ്ഞേക്ക് നിത്യ ആത്മഹത്യ ചെയ്തതാണെന്നുള്ളത് വരുത്തി തീർക്കാൻ വേണ്ടി നോക്കണ്ട എന്ന്. അപ്പോൾ ചന്ദ്ര പറയണ, അപ്പോൾ നീ പറഞ്ഞു വരുന്നത് എന്താണ്? നിത്യയെ ആരെങ്കിലും കൊന്നതാണോ, അല്ലെങ്കിൽ വല്ല ആക്സിഡൻറ്റ് സംഭവിച്ചതാണോ? അപ്പോൾ സിദ്ധു പറയണ, അത് എന്താണെന്നുള്ളത് പോലീസ് കണ്ടുപിടിച്ചോളും. പോലീസ് കണ്ടുപിടിക്കുന്നത് വരെ എനിക്ക് ഇങ്ങനെ വിശ്വസിക്കാമല്ലോ. പോലീസ് കണ്ടുപിടിച്ചാലല്ലേ നിങ്ങൾ പറയുന്നതാണ് ശരി എന്നുള്ളത് മനസ്സിലാവോ? മനോഹരൻ പറയണേ, എൻ്റെ നിത്യമോൾ ഒരിക്കലും ആത്മഹത്യ ചെയ്യില്ല, അത് എനിക്ക് ഉറപ്പുണ്ട്. അപ്പോൾ ദേവിക പറയണേ, നീ ഒരു കാര്യം ചെയ്തേക്ക്, ഇതൊക്കെ നിന്നെക്കൊണ്ട് പറയിപ്പിച്ച ആ ശരത്തുണ്ടല്ലോ അവനോട് പറഞ്ഞേക്ക് നിത്യ ആത്മഹത്യ ചെയ്തതാണെന്നുള്ളത് അവന് വരുത്തി തീർക്കാൻ നല്ല ശ്രമമുണ്ട്. നിത്യമോൾ ഒരിക്കലും ആത്മഹത്യ ചെയ്യില്ല എന്നുള്ളത് ഞങ്ങൾക്ക് ഉറപ്പുണ്ട്. അവനിപ്പോൾ നിന്നെക്കൊണ്ട് ഇവിടെ വന്ന് ആത്മഹത്യ, നിരാശ, സ്വത്ത് എന്നൊക്കെ പറഞ്ഞ് ഇവിടെ പ്രചരിപ്പിക്കാൻ വേണ്ടി നോക്കുന്നുണ്ടല്ലോ, അതൊന്നും അവൻ്റെ ഉദ്ദേശം ഒരിക്കലും നടക്കാൻ പോകുന്നില്ല. നിത്യമോൾ ഒരിക്കലും ആത്മഹത്യ ചെയ്യില്ല എന്നുള്ളത് ഞങ്ങൾക്കറിയാം. നീ അത് അവനോട് ചെന്ന് പറഞ്ഞേക്ക്. അപ്പോൾ സിദ്ധു പറയണേ, ഇവളോടൊന്നും പറഞ്ഞിട്ട് ഒരു കാര്യവുമില്ല, ഇവളൊന്നും അത് വിശ്വസിക്കുകയും ഇല്ല. അതുകൊണ്ട് ദേവികെ ഞങ്ങൾ ഇറങ്ങട്ടെ, എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ഒന്ന് വിളിച്ചാൽ മതി എന്ന് പറഞ്ഞ് സിദ്ധു ചന്ദ്രയും കൂട്ടി അവിടെ നിന്ന് പോവണം. അപ്പോൾ മനോഹരൻ ദേവികയോട് ചോദിക്കുകയാണ്, മോളെ ഇവരൊക്കെ എന്താ ഇങ്ങനെ പറയുന്നത്? നിത്യമോള് സ്വത്ത് കിട്ടാത്തതിൻ്റെ പേരിൽ ആത്മഹത്യ ചെയ്യൂ എന്നൊക്കെ നിനക്ക് തോന്നുന്നുണ്ടോ? അപ്പോൾ ദേവിക പറയണേ, എന്താ വെച്ചാൽ നമ്മുടെ നിത്യമോൾ ഒരിക്കലും അങ്ങനെ ചെയ്യില്ല. ഇതൊക്കെ ശരത്ത് എനിക്കെതിരെ ഞാൻ കുറ്റക്കാരിയാവാൻ വേണ്ടി അവൻ പറഞ്ഞു പരത്തുന്നതാണ്. ഞാൻ കാരണമാണ് നിത്യ ഇങ്ങനെ ചെയ്തത് എന്ന് വരുത്തി തീർക്കാൻ വേണ്ടിയാണ് അവൻ്റെ ശ്രമം. അതിനാണ്. അച്ഛൻ ഇതൊന്നും ഓർത്ത് വിഷമിക്കേണ്ട, നമ്മൾ ഇതിൻ്റെ സത്യാവസ്ഥ കണ്ടുപിടിച്ചിരിക്കും, അതുവരെ അച്ഛൻ ആശ്വസിക്കുക എന്ന് പറഞ്ഞ് മനോഹരനെ സമാധാനപ്പെടുത്തണം. പിന്നീട് പ്രിയ നിത്യയെ സംസ്കരിച്ച സ്ഥലത്ത് പോയിട്ട് നിൽക്കുകയാണ്. അത് കണ്ടുകൊണ്ടാണ് ശരത്ത് അവിടേക്ക് വരുന്നത്. അപ്പോൾ പെട്ടെന്ന് ഇവളെന്താ ഇവിടെ വന്ന് നിൽക്കുന്നത് എന്നുള്ള ഭാവത്തിലാണ് കേട്ടോ ശരത്ത് നോക്കുന്നത്. എന്നിട്ട്, പ്രിയെ നീ എന്താ അവിടെ നിൽക്കുന്നത്? നീ ഒന്ന് ഇവിടെ വന്ന്, എനിക്ക് നിന്നോടൊന്ന് സംസാരിക്കാനുണ്ട്. അപ്പോൾ പെട്ടെന്ന് ദേഷ്യത്തിലാണ് കേട്ടോ പ്രിയ ശരത്ത് വിളിച്ച സമയത്ത് നോക്കുന്നത്. അങ്ങനെ പ്രിയ ശരത്തിൻ്റെ അടുത്തേക്ക് ചെല്ലുകയാണ്. എന്താണാവോ എന്നെ വിളിച്ചത്? അത് പിന്നെ നിത്യയെ സംസ്കരിച്ച സ്ഥലമല്ലേ, നീ എന്തിനാ അവിടെ പോയി നിൽക്കുന്നത്? നിനക്കെന്താ പേടിയൊന്നുമില്ലേ? എന്തിനു ഞാൻ പേടിക്കണം? അല്ല, പ്രേതം എന്നൊക്കെ ഉള്ളത് കേട്ടിട്ടുണ്ട്. അപ്പോൾ എന്താ നിനക്ക് പ്രേതത്തെ പേടിയുണ്ട്? ഏയ്, പ്രേതത്തെ പേടിയൊന്നുമില്ല. അപ്പോൾ ഈ കാലത്തൊക്കെ പ്രേതമുണ്ടെന്ന് ശരത്ത് നീ എന്താ അതൊക്കെ വിശ്വസിക്കുന്നുണ്ട്? ഇല്ല, എനിക്ക് വിശ്വാസമൊന്നുമില്ല. അതെന്താ നീ വിശ്വസിക്കാത്തത് എന്ന് പെട്ടെന്ന് ഭാവവ്യത്യാസത്തോടു കൂടിയാണ് പ്രിയ ചോദിക്കുന്നത്. ഒരു തുറിച്ചു നോക്കുന്ന മട്ടിലാണ് ശരത്തിനോട് ആ ചോദ്യം ചോദിക്കുന്നത്. അപ്പോൾ ശരത്ത് പെട്ടെന്ന്, ഏയ് എനിക്ക് പ്രേതത്തെയല്ല, എനിക്ക് ആരെയും പേടിയില്ല. അതെന്താ നിനക്ക് പേടിയില്ലാത്ത? പ്രേതം വന്നാലേ നിനക്ക് പേടിയൊക്കെ താനെ വന്നാലും. എനിക്ക് അവിടെ പോയി നിന്നപ്പോഴേ നിത്യ ഇവിടെ തന്നെ ഉണ്ട്, നിത്യയുടെ ആത്മാവ് ഇവിടെ തന്നെ ഉള്ളതുപോലെയാണ് എനിക്ക് ഫീൽ ചെയ്തത്. ഏയ് അതൊന്നുമില്ല, അതൊക്കെ പ്രിയക്ക് വെറുതെ തോന്നുന്നതാണ്. അപ്പോൾ പ്രിയ പറയണ, അങ്ങനെ പറയണ്ട. നിത്യക്ക് ഇങ്ങനെ സംഭവിച്ചതിന് ആരാണ് കാരണക്കാരെങ്കിൽ അവരെ വകവരുത്താതെ ഒരിക്കലും നിത്യയുടെ ആത്മാവ് ഈ ഭൂമി വിട്ടു പോവില്ല. അത് കേട്ടപ്പോൾ ശരത്തിന് ചെറുതായിട്ടൊന്ന് പേടിയാവുന്നുണ്ട്. അപ്പോൾ പ്രിയ ചോദിക്കുക, എന്താ പേടിയാകുന്നുണ്ടോ? ഏയ് എനിക്ക് ആരെയും പേടിയില്ല, എനിക്ക് ഒന്നിനെയും പേടിയില്ല. ചോരച്ചാല് നീന്തി കടന്നാണ് ഞാൻ ഇതുവരെ എത്തിയത്, അതുകൊണ്ട് എനിക്ക് ഒന്നിനെയും പേടിയില്ല. ആ പേടിയൊക്കെ താനെ പ്രേതം തന്നെ വരുത്തിക്കോളും, അതിനുള്ള സാഹചര്യം പ്രേതം തന്നെ ഉണ്ടാക്കിക്കോളും എന്നും പറഞ്ഞിട്ടാണ് കേട്ടോ പ്രിയ പോകുന്നത്. അങ്ങനെ അത് കേട്ടപ്പോൾ ശരത്ത് ചെറുതായിട്ട് ഇവളെന്താ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത് എന്നുള്ള ഭാവത്തിലാണ് കേട്ടോ നോക്കുന്നത്. അപ്പോൾ പെട്ടെന്ന് ശരത്ത് തിരിഞ്ഞു നോക്കുമ്പോഴാണ് പ്രിയ ശരത്തിനെ തന്നെ ദഹിക്കുന്ന രീതിയിലാണ് കേട്ടോ തുറിച്ചു നോക്കുന്നത്. നിത്യയുടെ ആത്മാവ് പ്രിയയുടെ ദേഹത്ത് കയറിയ മട്ടിലാണ് പ്രിയ ശരത്തിനെ തുറിച്ചു നോക്കുന്നത്. അപ്പോൾ പെട്ടെന്ന് ഇവളെന്താ എന്നെ ഇങ്ങനെ നോക്കുന്നത് എന്നുള്ള ഭാവത്തിലാണ് കേട്ടോ ശരത്ത് നോക്കുന്നത്. എന്നിട്ട് പ്രിയ താഴേക്ക് ഇറങ്ങി ചെല്ലുമ്പോഴാണ് ദേവിക പെട്ടെന്ന് കാണുന്നത്. നീ എന്തിനാണ് അവൻ്റെ അടുത്തേക്ക് ചെന്നത്? അവൻ്റെ വലയിലൊന്നും നീ പോയി ചാടി കൊടുത്തേക്കരുത്. അവൻ ആളെ വീഴ്ത്താൻ നല്ല കേമനാണ്, അവൻ സംസാരിച്ച് ആളെ പാട്ടിലാക്കും, അതുകൊണ്ട് അവൻ്റെ കെണിയിൽ നീ പോയി ചാടരുത്. അപ്പോൾ പ്രിയ പറയണേ, എനിക്ക് അവൻ്റെ കെണിയിലൊന്നും ഞാൻ ചാടില്ല, അവനൊരു ഫ്രോഡാണെന്നുള്ളത് എനിക്കറിയാം, അവൻ ആൾ ശരിയല്ല എന്നുള്ളതും ചേച്ചിയുടെ ശത്രുവാണെന്നുള്ളതും എനിക്കറിയാം. ഞാൻ ഇവിടെ ഇരിക്കുന്ന സമയത്ത് എന്നെ ആരോ വിളിക്കുന്നത് പോലെ തോന്നി. അപ്പോൾ നിത്യയുടെ സംസ്കാരം നടത്തിയ സ്ഥലത്ത് നിന്നാണ് എന്നെ വിളിച്ചത് എന്ന് മനസ്സിലായപ്പോൾ ഞാൻ അവിടെ പോയി നിന്നതാണ്. അപ്പോഴാണ് ശരത്ത് എന്നെ കണ്ട് എന്നോട് സംസാരിക്കണമെന്ന് പറഞ്ഞത്. അപ്പോൾ നീ എന്താ പറഞ്ഞത്? നിന്നെ വിളിക്കുന്നത് പോലെ തോന്നിയെന്നോ? അതെ. അപ്പോൾ നിത്യയാണെന്നാണോ നീ പറയുന്നത്? അതെ. എനിക്ക് ചിലപ്പോൾ തോന്നിയതായിരിക്കും, ഞാൻ ഇതുവരെയും നിത്യയെ കണ്ടിട്ടില്ലല്ലോ, ഞാൻ സംസാരിച്ചിട്ടില്ലല്ലോ,
കേട്ടല്ലോ. അപ്പോൾ ആ സൗണ്ട് കേട്ട ഭാഗത്തേക്ക് ഞാൻ പോയതാണ്. അത് ഒരു പക്ഷേ എൻ്റെ വെറും തോന്നലായിരിക്കാം. ഇനി ചേച്ചി അതോർത്ത് വിഷമിക്കേണ്ട എന്ന് പറയട്ടോ. അങ്ങനെ പ്രിയ അകത്തേക്ക് പോവാണ്. അപ്പോൾ നിത്യയെ കണ്ടതുപോലെ അന്ന് ദേവികയ്ക്ക് തോന്നിയത് ശരിയാണ്. അപ്പോൾ അതുപോലെ പ്രിയയെ വിളിച്ചത് നിത്യ തന്നെ ആയിരിക്കും എന്ന് ദേവിക വിശ്വസിക്കുകയാണ്. പിന്നീട് ചന്ദ്രയും സിദ്ധുവും കൂടി പോകുന്ന സമയത്ത് സിദ്ധു പെട്ടെന്ന് വണ്ടി നിർത്തുകയാണ്. എന്നിട്ട് പറയണേ, നിന്റെ ഉദ്ദേശം എന്താടി? നീ എന്തിനാണ് അവിടെ ഇങ്ങനെയൊക്കെ സംസാരിച്ചത്? ഞാൻ സംസാരിച്ചതിൽ എന്ത് തെറ്റാണുള്ളത്? ഞാൻ പറഞ്ഞതൊക്കെ ശരി തന്നെയല്ലേ? നീ പറഞ്ഞത് ശരിയാണോ തെറ്റാണോ എന്നുള്ളത് അത് നിനക്ക് തന്നെ അറിയാം. ചന്ദ്ര പറയണേ, എനിക്ക് സിദ്ധുവേട്ടനോട് പറയാനുള്ളത് ആ വീട്ടിലേക്ക് അധികമൊന്നും പോവേണ്ട എന്നാണ്. അത് ദുർമരണം നടന്ന വീടാണ്. അപ്പോൾ അവിടേക്ക് പോയി വെറുതെ അനുഭവിക്കാൻ നിൽക്കണ്ട. അത് നിന്നോടാണ് എനിക്ക് പറയാനുള്ളത്. എന്നെക്കാളും കൂടുതൽ അടുപ്പം ഇപ്പോൾ നിനക്കല്ലേ അവിടെ ഉള്ളത്. നീ എന്തിനാണ് എപ്പോഴും അവിടേക്ക് പോകുന്നത്? അത് പിന്നെ ഞാൻ ശരത്തിനെ കാണാനാണ് പോകുന്നത്. ശരത്ത് അവിടുത്തെ ആളൊന്നുമല്ലല്ലോ. അതുപോലെ ദേവികയും അവിടുത്തെ ആളല്ലല്ലോ. അപ്പോൾ പിന്നെ എന്താ എനിക്ക് പോയാൽ? കൂടുതൽ വാചകം അടിക്കുകയൊന്നും വേണ്ട. നിങ്ങൾക്ക് ദേവികയുമായി അടുത്തിട്ട് അവസാനം നിങ്ങൾ അനുഭവിക്കും. അപ്പം നിങ്ങൾ പഠിച്ചോളും. ദേവിക എന്നെ കൊന്നാലും എനിക്കൊരു കുഴപ്പവുമില്ല. എനിക്ക് ദേവികയെ അത്രയ്ക്ക് ഇഷ്ടമാണ്. നീയും ഞാനും തമ്മിലുള്ള ബന്ധം എത്രയും പെട്ടെന്ന് അവസാനിക്കും. അതോടുകൂടി ഞാൻ നിൻ്റെ മുൻ ഭർത്താവും നീ എൻ്റെ മുൻ ഭാര്യയുമായി മാറും. അതുവരെയല്ലേ ഉള്ളൂ നിന്നെ ഞാൻ സഹിക്കേണ്ടതുള്ളൂ. അതിന് ഡിവോഴ്സ് കിട്ടിയാലല്ലേ അതിനെക്കുറിച്ചൊക്കെ നമുക്ക് പറയേണ്ടതുള്ളൂ. ഡിവോഴ്സ് ഒരിക്കലും നിങ്ങൾക്ക് ഞാൻ തരാൻ പോകുന്നില്ല എന്ന് പറയട്ടെ. അപ്പോഴാണ് നിരഞ്ജൻ സിദ്ധുവിൻ്റെ ഫോണിലേക്ക് വിളിക്കുന്നത്. സിദ്ധു, നീ എവിടെ? എത്രയും പെട്ടെന്ന് ക്ലിനിക്കിലേക്ക് ഒന്ന് വരണം. എനിക്ക് നിന്നോട് അത്യാവശ്യമായിട്ട് ചില കാര്യങ്ങൾ സംസാരിക്കാനുണ്ട് എന്ന് പറഞ്ഞ് ഫോൺ വെക്കാൻ കേട്ടോ. അപ്പോൾ ചന്ദ്രയോട് വണ്ടിയിൽ നിന്നും ഇറങ്ങാൻ പറയുമ്പോൾ, ഇല്ല ഞാൻ ഇറങ്ങില്ല, നിരഞ്ജനെ കാണാനല്ലേ പോകുന്നത്, ഞാനുമുണ്ട് നിങ്ങളോടൊപ്പം. നീ അങ്ങനെ എൻ്റെ വണ്ടിയിൽ വരണ്ട, ഇത് എൻ്റെ വണ്ടിയാണ്. ഇതിൽ നിന്നും ഇറങ്ങാൻ പറഞ്ഞാൽ നീ അങ്ങ് ഇറങ്ങി വെക്കണം. നിന്നെ വിളിക്കാൻ ഒരുത്തൻ ഉണ്ടായിരുന്നല്ലോ, നീ വിളിക്കുമ്പോത്തിന് വന്നിരുന്ന അവനെ നീ അങ്ങ് വിളിക്കാം. വിഷ്ണു അല്ലേ? വിഷ്ണു റിമൈൻഡിലല്ലേ? അത് നിനക്ക് ഓർമ്മയുണ്ടല്ലോ. അതുപോലെ നിനക്കും അതേ അവസ്ഥ വരണ്ട എന്നുണ്ടെങ്കിൽ മര്യാദക്ക് പറഞ്ഞത് അനുസരിച്ചോ. ആരാണ് അനുഭവിക്കാൻ പോകുന്നത് എന്നും ആരാണ് ഇനി ജയിലിൽ പോകാൻ പോകുന്നത് എന്നൊക്കെ ഞാൻ കാണിച്ചു തരാം എന്ന് ചന്ദ്ര ദേഷ്യത്തിൽ പറയുമ്പോൾ, നിന്നോടല്ലടി പറഞ്ഞത് വണ്ടിയിൽ നിന്ന് ഇറങ്ങാനേ എന്ന് പറഞ്ഞ് ചന്ദ്രയെ വഴിയിൽ ഇറക്കി വിട്ട ശേഷം സിദ്ധു നേരെ നിരഞ്ജൻ്റെ അടുത്തേക്ക് പോവുകയാണ്. പിന്നീട് മനോഹരൻ്റെ അടുത്തേക്ക് പ്രഭാവതി ചെല്ലുകയാണ്. എന്നിട്ട് പറയണേ, എന്നോട് ക്ഷമിക്കണം മനോഹരേട്ടാ, ഞാൻ ആരും ചെയ്യാത്ത ചതിയാണ് ഈ വീട്ടുകാരോട് ചെയ്തത് എന്ന് പറഞ്ഞ് സ്വർണമെടുത്ത കാര്യത്തെക്കുറിച്ച് മനോഹരനോട് പറയാൻ പ്രഭാവതി എല്ലാ കാര്യങ്ങളും അങ്ങ് പറയാൻ ഒരുങ്ങാൻ കേട്ടോ. അപ്പോൾ അതെല്ലാം തന്നെ പാർവതി അവിടെ ഇരുന്ന് കേൾക്കുന്നുണ്ട്. അപ്പോൾ പ്രഭാവതിയാണെങ്കിലോ പാർവതിയെ കണ്ടതുമില്ല. അങ്ങനെ പ്രഭാവതി എന്തായിരിക്കും ഇപ്പോൾ മനോഹരേട്ടനോട് പറയാൻ വരുന്നത് എന്നുള്ള ഭാവത്തിലാണ് കേട്ടോ പാർവതി അവിടെ നിൽക്കുന്നത്. ഇനി നിരഞ്ജൻ സിദ്ധുവിനോട് പറയാൻ പോകുന്നത് നിത്യയുടെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൻ്റെ കാര്യത്തെക്കുറിച്ചാണ്. അതിനെക്കുറിച്ചുള്ള റിവ്യൂ അടുത്ത വീഡിയോയിൽ പറയാം.